ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വേളാങ്കണ്ണിക്ക് പോവുകയാണ്. ഞാനും ആയിയും അമ്മച്ചിയും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. ചിലവ് ചുരുക്കി ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന കാരക്കാൽ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഈ ട്രെയിനിൽ നിന്ന് നാഗപട്ടണത്തിലേക്ക് ഇറങ്ങിയിട്ട് വേണം വേളാങ്കണ്ണിക്ക് പോവാൻ. നാഗപട്ടണത്തിൽ ഇറങ്ങി ഇനി ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇവിടെ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് ഇങ്ങനെയാണ്. പിള്ളേർ കളിക്കുന്ന വണ്ടിയിൽ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് തിരിക്കുകയാണ്. നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണിക്ക് 300 രൂപയാണ് ചാർജ് പറഞ്ഞത്. ഈ ഓട്ടോക്കാർ തന്നെ നമുക്ക് ഫ്രഷ് ആകാനുള്ള റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തരും. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോഴേ ഇതുപോലെ കുറേ ഓട്ടോക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഓട്ടോയിൽ നമുക്ക് മുഖത്തോട് നോക്കിയിരിക്കാൻ പറ്റിയ പോലെ പലകയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാലും ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പള്ളിയിൽ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് വന്നു. ഈ കാണുന്നതാണ് മെയിൻ പള്ളി. ഞങ്ങളിവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അമ്മച്ചി ഞാനും ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നത്. ആദ്യ പള്ളിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ പള്ളിയുടെ പ്രവേശത്തോട് ചേർന്ന് ഒരു പള്ളിയും കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ കുർബാന നടക്കുകയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് കയറിയെങ്കിലും തമിഴായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഭാഷ മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ കുർബാന ഫുള്ളും കൂടി അടുത്ത പള്ളിയിലേക്ക് നടന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്ന പള്ളിയുടെ ഫ്രണ്ട് വശമാണിത്. നല്ല ഭംഗിയാണ് ഈ പള്ളി കാണാൻ. ഇതുപോലെ കാണാൻ കുറേ പള്ളികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ പള്ളികൾ കാണാൻ ഒരുപാട് നടക്കാനുണ്ട്. ആ കാണുന്ന പള്ളിയിലേക്കാണ് അടുത്ത് പോകാനുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ആർച്ചിൽ ചെടികൾ വെച്ചിരിക്കുന്നത് കാണാൻ. ഇത് കുമ്പസാര പള്ളിയാണ്. ഇത് ഉള്ളതിൽ ചെറിയ പള്ളിയാണ്. വേളാങ്കണ്ണി പള്ളിയിലെ ഒരു പ്രത്യേക നേർച്ചയാണ് പൂട്ട് നേർച്ച. അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി പള്ളി കാണുക എന്നുള്ളത്. 4ാമത്തെ പള്ളിയിലേക്കാണ് അടുത്ത് പോകുന്നത്. ഈ പള്ളിയിലേക്കാണ് മുട്ടിലിഴഞ്ഞു പോകുന്നത്. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നറിയപ്പെടുന്ന കുളം. ഞാനിവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ മറ്റൊരു നേർച്ചയാണ് തൊട്ടിൽ കിട്ടുന്നത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ലഭിക്കുവാനായി ഇവിടെ തൊട്ടിൽ കിട്ടുന്നു. കുറച്ച് മുമ്പേ കണ്ട പൂട്ട് നേർച്ച ഞങ്ങളും ചെയ്യുകയാണ്. ഈ നേർച്ച വീട് പണി നടക്കുന്നതിനും കടങ്ങൾ തീരാനും ഈ നേർച്ച ഇവിടെ ചെയ്തു വരുന്നു. അടുത്തത് 5ാമത്തെ പള്ളിയാണ്. ഈ പള്ളിയിലാണ് മലയാളം കുർബാന അർപ്പിക്കുന്നത്. നേരത്തെ കാണിച്ച കുളത്തിലെ അത്ഭുത ജലം ഇവിടെ ടോക്കൺ എടുത്താൽ അവിടുന്ന് കിട്ടും. കുപ്പി ഇവിടുന്ന് വാങ്ങി അപ്പുറത്തെ കൗണ്ടറിൽ പോകണം വിശുദ്ധ ജലം വാങ്ങാൻ. ഈ കൗണ്ടറിൽ നിന്നാണ് നിറച്ചു തരുന്നത്. മാതാവിൻ്റെ തിരുസ്വരൂപത്തിലാണ് ഇവിടെ കുപ്പി നിർമ്മിച്ചിരിക്കുന്നത്. അമ്മച്ചിയും അടുത്തുകൊണ്ട് കടൽ കാണിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. പള്ളിയിൽ അവിടെ നിന്ന് 100 രൂപ ഓട്ടോക്കൂലി കൊടുത്താൽ ബീച്ചിൻ്റെ അവിടെ കൊണ്ടാക്കും തീരുമാനിച്ചു. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ എല്ലായിടത്തെ കടൽ വളരെ ശക്തമേറിയ തിരമാലകളാണ് ഇവിടെ ഉള്ളത്. കടലിൻ്റെ ശക്തി കാരണം ഇറങ്ങാൻ പേടിയായിപ്പോയി. ചേട്ടൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. കാലം നടക്കുന്നില്ല എന്ന് വിചാരിച്ച് കച്ചവടക്കാരുടെ സൈഡിലേക്ക് മാറി നിന്ന അവിടേക്കും തിരമാലകൾ ഇരച്ചു വന്നു. പെട്ടെന്ന് ഞാൻ 2004 സുനാമി ഓർത്തുപോയി. എന്തായാലും പെട്ടെന്ന് എസ്കേപ്പായി. പോകുന്ന വഴിയിൽ മീനുകൾ ലൈവായി പൊരിച്ചു തരുന്നു. ഒരുപാട് മീനുകൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം പൊറോട്ട അടിക്കുന്നത് കണ്ടു. ഇവിടെ പൊറോട്ട എറിഞ്ഞാണ് അപ്പുറം കൊടുക്കുന്നത്.
ഇതിനു മുമ്പ് എരുമേലിയിൽ ഈ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.